ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ അറിയാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ മക്കബായരുടെ ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെടാവുന്ന ഒരു കാലഘട്ടം, അത് ശിമയോൻ എന്ന നേതാവിൻ്റെ കാലഘട്ടമായിരുന്നു. മത്താത്യാസിൻ്റെ 5 മക്കളിൽ രണ്ടാമൻ, താസി എന്ന് പേരുണ്ടായിരുന്നവൻ, നയതന്ത്രത്തിൽ വിശാരദനായിരുന്ന വ്യക്തി, ഉപദേശം നൽകുന്നതിൽ സമർത്ഥനും വിജ്ഞനുമായിരുന്നവൻ, എന്നാൽ അതേസമയം ഒരു പോരാളിയും ധീരനുമായിരുന്ന ശിമയോൻ്റെ കഥയാണ് നമ്മളിപ്പോൾ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ വചന വിചിന്തനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ നടത്തിയത്. അവിടെ ശിമയോൻ എന്ന നേതാവ് ഒരേ സമയം തൻ്റെ രാജ്യത്തിൻ്റെ, ജെറുസലേമിൻ്റെ, യൂദയായുടെ കോട്ടകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ട്രീഫോ എന്ന ശത്രുവിൻ്റെ യുദ്ധത്തെ തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതോടൊപ്പം തന്നെ ദെമിത്രിയൂസ് രാജാവുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടുന്നതിൻ്റെ കഥ നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് ഡിഫൻസ്, മറുഭാഗത്ത് നയതന്ത്ര ബന്ധങ്ങളിലൂടെ തങ്ങളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം. ഈ 2 ശ്രമങ്ങളും വിജയം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ദെമിത്രിയൂസ് രാജാവുമായി ഏർപ്പെട്ട രാഷ്ട്രീയ സഖ്യത്തിലൂടെ ശിമയോന്റെ നേതൃത്വത്തിലുള്ള മക്കബായരുടെ വിപ്ലവം വിജയിക്കുകയും ദെമിത്രിയൂസ് രാജാവ് നൽകിയ അനുമതി നിമിത്തം ഇസ്രായേലിന് ഒരു സ്വതന്ത്ര രാജ്യ പദവി ലഭിക്കുകയും ചെയ്യുകയാണ്. അതുവരെ അവർ നൽകിയിരുന്ന എല്ലാ വിദേശീയ നികുതികളും അവരിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. ഇനി അവർ മറ്റൊരു വിദേശീയ രാഷ്ട്രത്തിൻ്റെയും കീഴിലല്ല, ആർക്കും അവർ നികുതി നൽകേണ്ടതുമില്ല. അങ്ങനെ ദീർഘകാലം, ഏതാണ്ട് 25 വർഷങ്ങളിലധികം നീണ്ടുനിന്ന ചെറുത്തുനിൽപ്പിനും വിപ്ലവത്തിനുമൊക്കെ ശേഷം ഒരു സ്വതന്ത്ര രാജ്യപദവിയിലേക്ക് ഈ അവർ ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ജെറുസലേമിലെ കോട്ട സുരക്ഷിതമായി, സ്വതന്ത്ര രാജ്യ പദവി ലഭിച്ചു. ഈ സമയം ശിമയോൻ ചില സൈനിക നീക്കങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ശിമയോൻ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കം അത് ഗസറായിലുള്ള കോട്ടയിലേക്കാണ്. എന്താണ് ഈ ഗസറായിലുള്ള കോട്ടയുടെ പ്രാധാന്യം? ഗസറായിലുള്ള കോട്ട ജെറുസലേം നഗരത്തിനും തീരപ്രദേശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന തന്ത്രപ്രധാനമായിരുന്ന ഒരു കോട്ടയായിരുന്നു. ഈ കോട്ടയിൽ ദീർഘകാലമായി നിവസിച്ചിരുന്നത് മക്കബായരുടെ ശത്രുക്കളായിരുന്ന അധർമ്മികളായ യഹൂദരായിരുന്നു. അതായത് ജന്മം കൊണ്ട് യഹൂദരായിരുന്നു എങ്കിൽ തന്നെയും കർമ്മം കൊണ്ടും രാഷ്ട്രീയപരമായ വിധേയത്വം കൊണ്ടും വിജാതീയ രാജാക്കന്മാരുടെ കളിപ്പാവകളായി മാറിക്കൊണ്ട് സ്വന്തം ജനത്തിനെതിരെ പ്രവർത്തന നിരതരായിരുന്ന അധർമ്മികൾ എന്ന് മക്കബായ ഗ്രന്ഥം വിളിക്കുന്ന യഹൂദർ, അവരുടെ കീഴിലായിരുന്നു ഈ കോട്ട.
അവരെല്ലാം അവിടെ നിന്നുകൊണ്ടാണ് മക്കബായർക്കെതിരെ ഇതുവരെ എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. ഇപ്പോഴിതാ ശിമയോൻ്റെ നേതൃത്വത്തിൽ മക്കബായർ ഈ കോട്ട പിടിച്ചടക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇത്തരത്തിൽ കോട്ട പിടിച്ചടക്കുമ്പോൾ അവിടെ നിവാസികളായിരുന്ന അധർമ്മികളായിരുന്ന ചതിയന്മാരായിരുന്ന യഹൂദർ അവർ പരിഭ്രാന്തരാകും, അവരുടെ നിലനിൽപ്പ് അപകടത്തിലാവും. തങ്ങൾ കൊല്ലപ്പെടും എന്ന അവസ്ഥ മുൻപിൽ വന്നപ്പോൾ ഈ അധർമ്മികളായ യഹൂദരെല്ലാം ചെന്ന് ശിമയോൻ്റെ മുൻപിൽ ചെന്ന് കേണപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണം, ഞങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞു. ശിമയോൻ അവരോട് കരുണ കാണിച്ചു. കരുണ കാണിക്കുമ്പോൾ തന്നെ ശിമയോൻ ഒരു കാര്യത്തിൽ നിഷ്കർഷ വെച്ചു. അവരെ അവരുടെ കൊത്തുവിഗ്രഹങ്ങളും അവരുടെ വിജാതീയ ദേവന്മാരുടെ ഒക്കെ കൂടെ പരിപൂർണമായും നഗരത്തിൽ നിന്ന് പുറത്താക്കി ആ കോട്ടയെ, ആ സ്ഥലത്തെ വിശുദ്ധീകരിച്ചു. കാരണം അവരിലൂടെ ഇനി വീണ്ടും ഒരു വിജാതീയ ദേവീദേവ ആരാധന ഇസ്രായേലിലേക്ക് കടന്നു വരരുത് എന്ന് ശിമയോന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ശിമയോൻ അവർക്കെതിരെ എടുത്ത ചില നടപടികളുടെ കഥയാണ് നമ്മൾ 13-ാം അധ്യായത്തിൽ വായിച്ച് നിർത്തിയത്. ഇത്തരത്തിൽ ഗസറ കോട്ടയിലുണ്ടായിരുന്ന ആളുകൾ ശിമയോൻ്റെ അടുക്കൽ വരുന്നു. അവർ സമാധാനത്തിന് കേണപേക്ഷിക്കുന്നു. അങ്ങനെ സമാധാനത്തിന് കേണപേക്ഷിച്ച അവരോട് ശിമയോൻ ക്ഷമിക്കുകയും എന്നാൽ അവരെ നഗരത്തിൽ നിന്ന് പുറത്താക്കുകയും നഗരം ശുദ്ധീകരിക്കുകയും ആ ഗസറ കോട്ട പരിപൂർണമായി ശുദ്ധീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം ജനം വലിയ ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. വലിയ വിജയം ദൈവമായ കർത്താവ് അവർക്ക് നൽകിയിരിക്കുന്നു. രാഷ്ട്രീയമായ വിജയം അവർക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ യഹൂദർ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഈന്തപ്പന കൊമ്പുകളേന്തി വീണ, കൈത്താളം, തന്ത്രിവാദ്യങ്ങൾ എന്നിവയോടെ അകമ്പടിയോടെ നഗരത്തിൽ പ്രവേശിക്കുന്നു. ഇസ്രായേലിൻ്റെ ഒരു മഹാശത്രു തകർക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് അവർ അത്യാഹ്ലാദത്തിൽ ഈ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗത്തോടെയാണ് 13-ാം അധ്യായം അവസാനിക്കുന്നത്. 14-ാം അധ്യായം വീണ്ടും ശിമയോൻ എന്ന നേതാവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരായിരുന്നു ഈ ശിമയോൻ? ഹസ്മോണിയൻ കുടുംബത്തിൽപ്പെട്ട മക്കബായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആദ്യത്തെ വ്യക്തി മത്താത്തിയാസ് എന്ന വൃദ്ധ പുരോഹിതന്റെ 5 മക്കളിൽ രണ്ടാമൻ. താസി എന്ന് പേരുണ്ടായിരുന്നവൻ. മക്കബായ സഹോദരങ്ങളിൽ ഇനി ജീവനോടെയുള്ള ഒരേ ഒരാൾ. യഹൂദരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട്, അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഭരണഭാരം ഏറ്റെടുത്ത ശിമയോൻ. ഈ ശിമയോന്റെ നേതൃത്വത്തിൽ ജനത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളുടെ ഒരു പുകഴ്ത്ത് പാട്ടാണ് സത്യത്തിൽ ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ശിമയോനെക്കുറിച്ച് നമുക്കറിയാം. ശിമയോനെക്കുറിച്ച് സ്വന്തം പിതാവ് മത്താത്തിയാസിന് പറയാനുള്ളത് ഇപ്രകാരമാണ്. 1 മക്കബായർ 2-ാം അധ്യായം 65 നമ്മളത് വായിക്കുന്നുണ്ട്. നിങ്ങളുടെ സഹോദരനായ ശിമയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ, അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും എന്നാണ് മത്താത്തിയാസ് തൻ്റെ മരണക്കിടക്കയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. ഉപദേശം നൽകുന്നതിൽ വിജ്ഞൻ. ഗലീലയിലുള്ള യഹൂദരെ സഹായിക്കാനായി ഒരു നിർണായക സമയം യൂദാസ് മക്കബേവൂസ് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് ഈ ശിമയോനെയാണ്. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. യൂദാസ് സഹോദരനായ ശിമയോനോട് പറഞ്ഞു, വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലയിൽ ചെന്ന് അവരെ സഹോദരങ്ങളെ രക്ഷിക്കുക.
അപകടത്തിൽപ്പെട്ട കഷ്ടത അനുഭവിക്കുന്ന സഹോദരങ്ങളെ രക്ഷിക്കാനായി ധൈര്യപൂർവ്വം മുന്നോട്ട് പോയ ശിമയോനെ നമ്മൾ മക്കബായരുടെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മക്കബായരുടെ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായം 59-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അന്ത്യോക്യസ് ആറാമൻ ശിമയോനെ തീരദേശങ്ങളുടെ മുഴുവൻ അധിപതിയാക്കി മാറ്റുന്ന കഥ. യോനാഥാൻ്റെ സഹോദരനായ ശിമയോനെ ടൈറിലെ ലാദർ മുതൽ ഈജിപ്തിൻ്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കി രാജാവ് മാറ്റി. ചുരുക്കത്തിൽ വലിയ ഒരു പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന വ്യക്തിയായിരുന്നു ശിമയോൻ. ഈ ശിമയോൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ നമ്മളോട് പറയാനുള്ളത്. നമുക്ക് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് പരിശോധിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ ദെമിത്രിയൂസിൻ്റെ മേൽ നേടുന്ന ഒരു സൈനിക വിജയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ശിമയോനുള്ള ഒരു സ്തുതി കീർത്തനം നമുക്ക് കാണാൻ സാധിക്കും. 14-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ ശിമയോൻ റോമും സ്പാർത്തയുമായി നേടിയെടുക്കുന്ന സഖ്യത്തിൻ്റെ കഥകൾ വിവരിക്കുന്നു. 14-ാം അധ്യായത്തിൽ 25 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ ശിമയോനുള്ള ബഹുമതി ഒരു പിത്തള ഫലകത്തിൽ ആലേഖനം ചെയ്ത് അത് പ്രസിദ്ധീകരിക്കുന്ന കഥയും നമ്മൾ വായിക്കുന്നു. ആദ്യമായി ദെമിത്രിയൂസിൻ്റെ മേലുള്ള ഒരു വിജയത്തെ സംബന്ധിച്ചിട്ടുള്ള ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സമയം സാധിക്കുമെങ്കിൽ നിങ്ങൾ കൂടി വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കാം, നമുക്ക് ഒരുമിച്ച് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. 172-ാം ആണ്ടിൽ ദെമിത്രിയൂസ് രാജാവ് ട്രീഫോയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആവശ്യമായ സഹായം ഉറപ്പുവരുത്താൻ സൈന്യസമേതം മേദിയായിലേക്ക് പുറപ്പെട്ടു. ദെമിത്രിയൂസ് രാജ്യാതിർത്തി ലംഘിച്ചെന്ന് കേട്ട് പേർഷ്യായുടെയും മേദിയായുടെയും രാജാവായ അർസാക്കസ് അവനെ ജീവനോടെ പിടികൂടാൻ തൻ്റെ സൈന്യാധിപന്മാരിൽ ഒരുവനെ അയച്ചു. അവൻ പോയി ദെമിത്രിയൂസിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ ബന്ധനസ്ഥനാക്കി അർസാക്കസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അർസാക്കസ് അവനെ തടവിലാക്കി. സത്യത്തിൽ നേരിട്ട് മക്കബായരുടെ ചരിത്രവുമായി ബന്ധമില്ലാത്ത എന്നാൽ അന്താരാഷ്ട്രീയ തലത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് നമ്മളിവിടെ കാണുന്നത്. ഏതാണ്ട് BC 140 ശിമയോൻ മക്കബായരുടെയും യഹൂദരുടെയും നേതൃത്വം ഏറ്റെടുത്ത കാലത്ത് നടന്ന ഒരു സംഭവ വികാസത്തെക്കുറിച്ചുള്ള വിവരണം, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇക്കാലത്ത് BC 140കളിൽ സെലൂക്യായിലെ രാഷ്ട്രീയ രംഗം വളരെ സങ്കീർണമായിരുന്നു. 3 ശക്തി കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി ശിമയോൻ തന്നെ, മക്കബായരുടെ നേതാവ്. രണ്ടാമത് ചതിയനായ ട്രീഫോ, അദ്ദേഹം അന്ത്യോക്യസ് ആറാമനെ കൊലപ്പെടുത്തി സ്വയം ഏഷ്യയുടെ രാജാവായി അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ആൾ ദെമിത്രിയൂസ്. അങ്ങനെ ശിമയോൻ, ട്രീഫോ, ദെമിത്രിയൂസ് എന്ന 3 ശക്തി കേന്ദ്രങ്ങളാണ് ഇക്കാലത്ത് സെലൂക്യായിലെ രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങൾ. ഇതിൽ ട്രീഫോ റോമാക്കാരുടെ പിന്തുണ നേടാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ അയാൾ വിജയിക്കുന്നില്ല. ഇതേ സമയം പാർത്തിയാക്കാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ട്രീഫോയ്ക്കെതിരെ ഒരു സൈനിക നീക്കം നടത്താൻ ദെമിത്രിയൂസ് രാജാവ് ശ്രമിക്കുകയാണ്.
അതിനുവേണ്ടി ദെമിത്രിയൂസ് രാജാവ് ഒരു സൈനിക മുന്നേറ്റം നടത്തുന്നത് മേദിയയിലൂടെയാണ്. ഇത്തരത്തിൽ ദെമിത്രിയൂസ് രാജാവ് ഒരു സൈനിക മുന്നേറ്റം നടത്തുന്നത് മേദിയയുടെ അക്കാലത്തെ രാജാവായിരുന്ന അർസാക്കസിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അർസാക്കസ് രാജാവ് തൻ്റെ സൈന്യാധിപനെ പറഞ്ഞുവിട്ട് ഈ സൈനിക മുന്നേറ്റത്തെ തടയുകയും ദെമിത്രിയൂസ് രാജാവിനെ ബന്ധനസ്ഥനാക്കി ഒടുവിൽ തടവിലാക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ദെമിത്രിയൂസ് രാജാവിൻ്റെ ഭരണത്തിന് ഇവിടെ അവസാനം കുറിക്കപ്പെടുകയാണ്. ഇനി വീണ്ടും പ്രധാനമായിട്ടും ഉള്ള ശക്തികൾ, അപ്പോൾ 3 ശക്തികളാണുള്ളത് ഞാൻ പറഞ്ഞു: ട്രീഫോ, ശിമയോൻ, ദെമിത്രിയൂസ്. അതിൽ ദെമിത്രിയൂസ് എന്ന സൈനിക ശക്തി ഇപ്പോൾ തടവിലാക്കപ്പെടുകയും ബന്ധനസ്ഥനാക്കപ്പെടുകയും ചെയ്ത കഥയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ നിന്ന് വായനക്കാരായി നമുക്ക് വ്യക്തമാവുന്നത് ഇനി വീണ്ടും ഏറ്റുമുട്ടാൻ സാധ്യതയുള്ള 2 ശക്തികൾ, ഒന്ന് ട്രീഫോയുടേതും 2 ശിമയോൻ്റേതും ആണ്. ചുരുക്കത്തിൽ യഹൂദരുടെ ഒരു ശത്രു ബന്ധനസ്ഥനായി മാറിയിരിക്കുന്നു. ഈ ദെമിത്രിയൂസിൻ്റെ ഒരു കാര്യം, ദെമിത്രിയൂസ് സത്യത്തിൽ യഹൂദരെ ഉപദ്രവിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻപുള്ള കഥകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ ജനത്തെ ഉപദ്രവിച്ച ശത്രു കാലാന്തരത്തിൽ അവന് വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ശത്രുക്കൾ എത്ര ശക്തരായാലും ദൈവം നമ്മെ സംരക്ഷിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. സങ്കീർത്തനം 46:1 നമ്മെ ഓർപ്പിക്കുന്നു: ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് നമുക്ക് സുനിശ്ചിതമായ തുണയാണ്. ഈ ബോധ്യം, ഈ സംഭവം മക്കബായർക്ക് നൽകുകയാണ്. ദൈവമാണ് അവരെ വഴി നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ നിതാന്ത ശത്രുവിൻ്റെ പരാജയം സത്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലായിട്ടാണ് മക്കബായർ മനസ്സിലാക്കുന്നത്. അടുത്തതായി ശിമയോൻ എന്ന സമുന്നതനായ നേതാവിനുള്ള ഒരു സ്തുതി കീർത്തനമാണ് നമ്മൾ കാണുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വിശദമായി അത് എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകം 14-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ശിമയോന്റെ നാളുകളിൽ ദേശത്ത് ശാന്തി ഉണ്ടായിരുന്നു. ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത്. അവൻ്റെ ഭരണം അവരെ സംപ്രീതരാക്കി. അവൻ്റെ ജീവിതകാലം മുഴുവൻ അവർ അവനോട് ആദരം പ്രകടിപ്പിച്ചു. ജോപ്പായെ തുറമുഖമാക്കുകയും ദ്വീപുകളിലേക്ക് മാർഗം തുറക്കുകയും ചെയ്തുകൊണ്ട് അവൻ തൻ്റെ മഹത്വത്തിന് മകുടം ചാർത്തി. അവൻ രാജ്യാതിർത്തികൾ വിസ്തൃതമാക്കുകയും രാജ്യം പൂർണ്ണ നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്തു. അവൻ അസംഖ്യം തടവുകാരെ സമ്പാദിച്ചു. ഗസറായും ബേത്സൂറും കോട്ടയും അവൻ തൻ്റെ ഭരണത്തിൻ കീഴിലാക്കുകയും അവിടെ നിന്ന് മ്ലേച്ഛതകൾ നീക്കിക്കളയുകയും ചെയ്തു. അവനെ എതിർക്കാൻ ആരുമുണ്ടായില്ല. സമാധാനത്തോടെ അവർ നിലം ഉഴുതു. ഭൂമി ധാരാളം വിളവ് നൽകി. സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും. വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് സംസാരിച്ചു. യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു. നഗരങ്ങളെ അവൻ പ്രതിരോധ സജ്ജമാക്കുകയും അവയിൽ ആഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. അവൻ്റെ ഖ്യാതി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിച്ചു. അവൻ ദേശത്ത് സമാധാനം സ്ഥാപിച്ചതിനാൽ ഇസ്രായേൽ അത്യധികം ആഹ്ലാദിച്ചു. ഓരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരങ്ങളുടെ ചുവട്ടിലും ഇരുന്നു. അവരെ ഭയപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല. അവർക്കെതിരെ പടവെട്ടാൻ ദേശത്താരും അവശേഷിച്ചില്ല. അന്നാളുകളിൽ രാജാക്കന്മാർ തകർക്കപ്പെട്ടിരുന്നു.
അവൻ ജനത്തിലെ എളിയവർക്ക് സംരക്ഷണം നൽകി നിയമപാലനത്തിൽ ശ്രദ്ധിക്കുകയും നിയമനിഷേധകരെയും ദുഷ്ടന്മാരെയും നശിപ്പിക്കുകയും ചെയ്തു. അവൻ ദേവാലയത്തിൻ്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്തെ പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു. 4 വാക്യം മുതൽ 15 വരെയുള്ള ദീർഘമായ ഈ വാക്യങ്ങൾ കാവ്യാത്മകമായ ഒരു സ്തുതിഗീതമാണ്. ഇത് മഖബായനായ ശിമെയോൻ്റെ ഭരണകാലത്തെ ഒരു സുവർണ യുഗമായി, ഗോൾഡൻ ഏജ് ആയിട്ട് അവതരിപ്പിക്കുന്ന സ്തുതിഗീതമാണ്. ഇവിടെ പറയുന്നൊരു വാക്യം ഇതാണ്: ശിമെയോൻ്റെ നാളുകളിൽ ദേശത്ത് ശാന്തി ഉണ്ടായിരുന്നു, ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത്. അവൻ്റെ ഭരണം ജനത്തെ സംപ്രീതരാക്കി. ശിമെയോൻ്റെ നാളുകളിൽ നാട്ടിൽ ശാന്തി ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ സമാധാനം എന്നതിന് നമുക്കെല്ലാം പരിചിതമായ ഷലോം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ഷലോം എന്ന വാക്ക് കേവലം യുദ്ധമില്ലായ്മ എന്ന അർത്ഥമല്ല, മറിച്ച് ഒരു സമ്പൂർണ്ണ ക്ഷേമം എന്ന അർത്ഥമാണ് ഉൾക്കൊള്ളുന്നത്. ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമാണ് ഷലോം, സമാധാനം. എന്താണ് സമാധാനം എന്ന് ലേവ്യരുടെ പുസ്തകം വിവരിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 26:1 ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും, നിങ്ങൾ സ്വൈര്യമായി വസിക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല, ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും, നിങ്ങളുടെ ദേശത്തുകൂടെ വാൾ കടന്നു പോവുകയില്ല. അതായത് സമ്പൂർണമായ ഒരു ഐശ്വര്യത്തിൻ്റെ, സുരക്ഷിത ബോധത്തിൻ്റെ സമയം, കൃപയുടെ സമയം. ഇതാണ് സത്യത്തിൽ ഷലോം അഥവാ സമാധാനത്തിൻ്റെ കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, ഇക്കാലത്ത് വലിയ ഒരു കാർഷിക സമൃദ്ധി, അഭിവൃദ്ധി ഉണ്ടായി എന്ന് സൂചിപ്പിക്കുകയാണ്. സമാധാനത്തോടെ അവർ നിലം ഉഴുതു, ഭൂമി ധാരാളം വിളവ് നൽകി, സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും. ഭക്ഷ്യസമൃദ്ധിയുടെ ഇക്കാലത്തിന് നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ ചില സമാന്തരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഏതാനും ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ സോളമൻ്റെ ഭരണകാലത്ത് ഇപ്രകാരം ഒരു ഭക്ഷ്യസമൃദ്ധിയുടെ കാലമുണ്ടായിരുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സോളമൻ്റെ കാലം മുഴുവനും ദാൻ മുതൽ ബേർഷാബ വരെയും യൂദയായിലെയും ഇസ്രായേലിലെയും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്ത് സുരക്ഷിതരായി ജീവിച്ചു. അപ്പോൾ ഭക്ഷ്യസമൃദ്ധി എന്നത് സമാധാനവുമായും ഐശ്വര്യവുമായി ചേർത്ത് വായിക്കുകയാണ്. അതുപോലെ മിശിഹായുടെ കാലത്ത് ഇത്തരത്തിൽ ഭക്ഷ്യസമൃദ്ധി ഉണ്ടാകും എന്ന് മീഖാ പ്രവാചകൻ 4:4 പറയുന്നുണ്ട്. അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കാർഷിക അഭിവൃദ്ധി, ഭക്ഷ്യസമൃദ്ധി ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. ഭൂമി അതിൻ്റെ വിളവ് നൽകി, വയലിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലം നൽകി. ഇത് ദൈവത്തോടുള്ള ജനത്തിൻ്റെ വിശ്വസ്തതയുടെ ഫലമാണ് എന്ന് പറയുന്നു. ഈ സമാധാനത്തിൻ്റെ കാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അവിടെ യുവാക്കളുടെ മഹത്വവും വൃദ്ധന്മാരുടെ ബഹുമാനവും ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചാണ്. 9-ാം വാക്യം പറയുന്നു: വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്ന് തങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് സംസാരിച്ചു, യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു. യുവാക്കൾ സൈനിക ശക്തിയുടെയും അഭിമാനത്തിൻ്റെയും പ്രതീകമാണ്. വൃദ്ധന്മാരാകട്ടെ
ജ്ഞാനവും സമൂഹത്തിലെ ബഹുമാനവും പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ തലമുറകളും സമാധാനത്തിലും സന്തോഷത്തിലും വസിക്കുന്നു. സൈനികപരമായ ശക്തി, സമാധാനപരമായ ജീവിതം എന്നിവ ഒരുമിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സോളമൻ രാജാവിനെ പോലെ നീതിമാനും സമാധാനപ്രിയനുമായിരുന്നു ശിമെയോൻ എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മീക്ക പ്രവാചകനും സക്കറിയ പ്രവാചകനും പ്രവചിച്ച സമാധാനത്തിൻ്റെ കാലം ശിമെയോൻ്റെ ഭരണകാലത്ത് സംജാതമായി എന്നും മക്കബായ ഗ്രന്ഥകാരൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒടുവിൽ പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ദേവാലയത്തിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ശിമെയോന് സാധ്യമായി. അങ്ങനെ ശിമെയോൻ്റെ വലിയ നന്മകൾ പുകഴ്ത്തിക്കൊണ്ടുള്ള സ്തുതിഗീതം അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി വായിച്ച് മനസ്സിലാക്കാം.